സാർ, കെ.എസ്.ആർ.ടി.സിയിൽ നിലവിൽ CFന് പോകുന്ന വണ്ടികൾക്ക് പെയിൻ്റ് അടിക്കാൻ പെയിൻ്റർമാരില്ലാത്ത ഒരവസ്ഥയാണ്. പെയിൻ്റർ എന്നൊരു സമൂഹം തന്നെ കെ.എസ്.ആർ.ടി.സി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഓർഡിനറി ബസ്സിന് പെയിൻ്റ് അടിക്കാൻ 3900 രൂപയും ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സിൽ നിൽക്കുന്ന വാഹനങ്ങൾ പെയിൻ്റ് അടിക്കാൻ 4900 രൂപയാണ് നിലവിൽ കരാർ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചത്. ഈ കരാറിന് പോലും പുറത്ത് നിന്ന് ആൾ എടുക്കാനില്ലാത്ത അവസ്ഥയാണ്. അപ്പം നിലവിൽ കെ.എസ്.ആർ.ടി.സിയുടെ ഒട്ടുമിക്ക ഡിപ്പോകളിലും CF നടക്കാതെ, പെയിൻ്റ് അടി നടക്കാതെ വണ്ടികൾ കെട്ടിക്കിടക്കുകയാണ്. ഇത് കെ.എസ്.ആർ.ടി.സിക്ക് നഷ്ടമല്ലേ? താങ്കൾ ഇത് അറിഞ്ഞില്ലേ? അറിഞ്ഞാൽ അല്ലെങ്കിൽ അറിയിക്കാനുള്ളവർ അറിയിച്ചില്ലേ? അപ്പോൾ ദയവായി ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. പെയിൻ്ററുടെ വേക്കൻറ്റി അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വേക്കൻറ്റുകൾ നികത്താത്തത് കൊണ്ടും മറ്റൊരാൾക്ക് ആ ജോലി ചെയ്യാൻ അറിയാത്തത് കൊണ്ടും നിലവിൽ ഈ അവസ്ഥയിൽ 3900-നും 4900-നും വെളിയിൽ കരാർ വ്യവസ്ഥയിൽ ചെയ്യാൻ കാര്യം ആ വിലയ്ക്ക് പെയിൻറ്റ് കിട്ടില്ല സാർ. കാര്യം കെ.എസ്.ആർ.ടി.സി കിട്ടുന്ന പെയിൻറ്റ് ഓപ്പൺ മാർക്കറ്റിൽ ആ വിലയ്ക്ക് പെയിൻറ്റ് കിട്ടില്ല. കാര്യം കെ.എസ്.ആർ.ടി.സിയിലെ പെയിൻറ്റ് ചൂല് കൊണ്ടടിച്ചാലും മതി. പക്ഷേ മാർക്കറ്റിലെ പെയിൻറ്റ് ചൂല് കൊണ്ടടിക്കുന്നില്ല, ബ്രഷ് കൊണ്ട് തന്നെ അടിക്കണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലേബർ ആണെങ്കിലും പെയിൻറ്റിൻ്റെ പൈസ ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും അതിൽ കൂടുതൽ വരുന്നത് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നേരെ മറിച്ച് അതിൽ എംപാനലിയോ ബദലിയോ അല്ലെങ്കിൽ അത്തരം ജീവനക്കാരെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങൾ കെട്ടിക്കിടക്കില്ല. ഈ വാഹനങ്ങൾ നമുക്ക് നിരത്തിലിറക്കി ഓടിക്കാൻ കഴിയും. ഓടുന്ന കാലം വരെ ഓടിക്കാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം. പല യൂണിറ്റുകളിലെയും അവസ്ഥ ഇത് തന്നെയാണ്. നിലവിൽ മെക്കാനിക്കിൻ്റെ ജോലിഭാരം വളരെയേറെ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. നിലവിൽ സ്പെയർ പാർട്സ് ഇല്ല സാർ. പല ഡിപ്പോകളിലും സ്പെയർ പാർട്സിന് കെ.എസ്.ആർ.ടി.സി 14-16 കോടി രൂപ ചിലവാക്കുന്നെന്ന് പറയുന്നു. പക്ഷേ സ്പെയർ പാർട്സ് ഇല്ലെന്നാണ് ഇവിടെ ഏത് വർക്ക്ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയർ പാർട്സ് കിട്ടാനില്ല എന്നൊരവസ്ഥ പറയുന്നു. സാർ, ഇതിനെക്കുറിച്ചെല്ലാം ദയവായി അന്വേഷിച്ചിട്ട് കൃത്യമായി അതിന് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാനാവും. അപ്പോൾ ഈ പെയിൻ്റർമാരുടെ അഭാവം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി താങ്കൾ ദയവായി പരിഗണിക്കണം. കൂടാതെ എല്ലാ യൂണിറ്റുകളിലും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ താങ്കളുടെ ജീവനക്കാർക്ക്, താങ്കളുടെ കെ.എസ്.ആർ.ടി.സിയിലുള്ള ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് മെസ്സേജ് കൊടുത്താൽ, സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താങ്കളുടെ ഉത്തരവ് പാലിക്കപ്പെടും. പക്ഷേ ഒരു പരിധിവരെ അവർ അത് തള്ളിക്കളയെങ്കിലും തീർച്ചയായിട്ടും താങ്കളെപ്പോലുള്ള ഒരാൾ പ്രതികരിക്കുമ്പോഴത്തേക്ക് അവർ ഒരു കാരണവശാലും താങ്കളെ അങ്ങനെ തള്ളിക്കളയാൻ അവർക്കാവില്ല. കാര്യം തള്ളിക്കളഞ്ഞവർക്കുള്ള അനുഭവം അവർക്ക് ഓർമ്മ ഉള്ളത് കൊണ്ടും തീർച്ചയായിട്ടും താങ്കൾ അത് ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ ഇത് പെയിൻറ്റ് അടിക്കാതെ CF കിട്ടാതെ വണ്ടി അവിടെ നിന്ന് കഴിഞ്ഞാലുള്ള നഷ്ടം നമുക്ക് വീണ്ടും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കും. സാർ, വാണ്ട് ഓഫ് ഡ്രൈവർ അല്ലെങ്കിൽ വാണ്ട് ഓഫ് കണ്ടക്ടർ വെച്ച് ബസ് ക്യാൻസലേഷൻ ചെയ്താൽ ജീവനക്കാരിൽ നിന്ന് നഷ്ടം ഈടാക്കുന്നു. നിലവിൽ കെ.എസ്.ആർ.ടി.സി അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ മകനോ മകൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ തനിക്ക് തന്നെയോ സുഖമില്ലെങ്കിൽ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ 2 ലീവിൽ കൂടുതൽ മൂന്നാമതൊരാൾ എടുത്തു പോയി കഴിഞ്ഞാൽ ആ വാഹനം വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ നിന്ന് നഷ്ടം ഈടാക്കുമ്പോൾ ദിവസങ്ങളോളം ആഴ്ചകളോളം കിടക്കുന്ന പെയിൻ്റ് അടിക്കാൻ മാർഗമില്ലാതെ പെയിൻ്റർമാരില്ലാതെ കിടക്കുന്ന ഈ വാഹനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം ആരിൽ നിന്നാണ് ഈടാക്കേണ്ടത്? അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇനി കൂടാതെ കോഴിക്കോട് ആസ്ഥാനമായി നിൽക്കുന്ന ഒരു പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് സൂപ്പർ ക്ലാസ് വാഹനങ്ങളുടെ പെയിൻ്റ് അടിക്കാൻ കൊടുക്കുന്നു. ഇത് താങ്കളുടെ അറിവോട് കൂടിയാണോ? നേരെ മറിച്ച് ഇതേ വാഹനങ്ങൾ പെയിൻ്റ് അടിക്കുന്നതിന് കെ.എസ്.ആർ.ടി.സിയിൽ എംപാനൽ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ ബദലി വ്യവസ്ഥയിലോ ആളുകളെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും മനോഹരമായി അല്ലെങ്കിൽ ഇതിലും സമയലാഭം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൂടെ? അപ്പോൾ ഇത് കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ഈ സ്റ്റാർട്ടപ്പ് കമ്പനി ആരുടെയെങ്കിലും സ്വകാര്യ താല്പര്യത്തിന് വേണ്ടിയാണോ അത് താങ്കളുടെ അറിവോട് കൂടിയാണോ എന്നറിയില്ല. ദയവായി അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അത് താങ്കളുടെ അറിവോട് കൂടിയാണോ അല്ലയോ എന്ന് അറിയാൻ കഴിയുന്നില്ല. അതിനുകൂടി ഒരു പരിഹാരം തീർച്ചയായിട്ടും താങ്കളിൽ നിന്നുണ്ടാവണം. പെയിൻ്റർമാരുടെ ക്ഷാമം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ഡിപ്പോകളിലും പെയിൻ്റർമാരെ നിയമിച്ച് ഈ വാഹനം ഐഡിൽ ചെയ്ത് അല്ലെങ്കിൽ ആഴ്ചകളോളം കെട്ടിക്കിടക്കുന്ന പരിപാടി ഒഴിവാക്കിയാൽ നമുക്കൊരു നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും.